കോഴിക്കോട് പഴയ രജിസ്ട്രേഷൻ സമുച്ചയം അപകടാവസ്ഥയിൽ. പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടന പ്രവൃത്തി പൂർത്തിയായിട്ടും വർഷങ്ങൾ പിന്നിട്ടിട്ടും രജിസ്ട്രേഷൻ സമുച്ചയത്തിലെ പ്രവർത്തനം ഏത് നിമിഷവും ഇടിഞ്ഞു വീഴാറായ പഴയ കെട്ടിടത്തിലാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർമ്മാണോദ്ഘാടനം നടത്തി. 2023 മന്ത്രി VN വാസവൻ കെട്ടിടോദ്ഘാടനം പൂർത്തിയാക്കിയ രജിസ്ട്രേഷൻ സമുച്ചയത്തിന്റെ പുതിയ കെട്ടിടമാണിത്. പണി പൂർത്തീകരിച്ച വർഷങ്ങൾ പിന്നിട്ടിട്ടും സമുച്ചയത്തിന്റെ ഓഫീസ് പ്രവർത്തനം പഴയ കെട്ടിടത്തിൽ തന്നെ. അപ്പോൾ നമുക്കറിയാം, ഈ പല ദിവസങ്ങളിലായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ച, കേരളത്തിൻ്റെ പല ഭാഗത്ത് സർക്കാർ കെട്ടിടങ്ങൾ വീണിട്ട് അപകടം സംഭവിച്ചിരിക്കുക. ഇപ്പോൾ ഈ തൊട്ടടുത്ത ദിവസം നമുക്കറിയാം, കോട്ടയം മെഡിക്കൽ കോളേജ് ആയാലും അതുപോലെ കെട്ടിടം വീണിട്ട് അതിന് ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ട്. ഇപ്പോൾ ഒരു പറ്റം ആളുകൾ, സാധാരണക്കാരായ ആളുകൾ പല ആവശ്യങ്ങൾക്ക് വരുന്നുണ്ട്, ജീവനക്കാരുണ്ട്, ഒരുപാട് പേര്. നഗരമധ്യത്തിൽ തന്നെ ഇങ്ങനെ ഒരു സർക്കാർ സമുച്ചയം പണി കഴിഞ്ഞിട്ടും എന്തുകൊണ്ട് ഇവിടേക്ക് ഷിഫ്റ്റ് ചെയ്യാനില്ല എന്നുള്ളത് ഒരു ചോദ്യം തന്നെയാണ്. ഏത് നിമിഷവും നിലം പൊത്താറായ മേൽക്കൂരകളും ചുമരുകളും. സമുച്ചയത്തിന്റെ ഒരു ഭാഗം പ്ലാസ്റ്റിക് ഷീറ്റ് ഉപയോഗിച്ച മേൽക്കൂര മൂടിവെച്ചതും കാണാം. ഇതിന്റെ കീഴിലാണ് നിരവധി ജീവനക്കാർ ജീവൻ പണയം വെച്ച് പ്രവർത്തിക്കുന്നത്. അഭിന പിച്ചിറക്കൽ, കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.